പ്രൊഫഷണൽ ഫുട്ബോളിന്റെ ഈ ലോകത്ത് പണത്തിന് മീതെ ഒരു പരുന്തും പറക്കില്ല. പക്ഷേ പണത്തിന് മീതെ പറന്ന ചില പരുന്തുകൾ ഇന്ത്യൻ ഫുട്ബോളിലുണ്ട്. അവരെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഹോബൻ തോങ്ബ സിംഗ് നിങ്ങൾക്ക് അറിയായിരിക്കും, ഇന്ത്യയിലെ ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള മധ്യനിര താരങ്ങളിൽ ഒരാളായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന താരമാണ് തോങ്ബ സിംഗ്. അദ്ദേഹം നിലവിൽ ഇന്റർകാഷി എഫ് സിയുടെ താരമാണ്. ഈസ്റ്റ് ബംഗാൾ ഉൾപ്പെടെയുള്ള പല വമ്പൻ ക്ലബ്ബുകൾക്കും താരത്തിന് മേൽ നോട്ടമുള്ളതായിട്ടും അവരെ സ്വന്തമാക്കാൻ അപ്രോച്ച് ചെയ്തതായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ പുള്ളി അവസരങ്ങൾ തേടി ഇന്റർകാഷിയിലായിരുന്നു ജോയിൻ ചെയ്തത്. ഇന്റർകാഷിക്ക് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഇന്റർകാഷിയുമായിട്ടുള്ള കരാറ് ഏകപക്ഷീയമായിട്ട് ടെർമിനേറ്റ് ചെയ്തിട്ട് ഇപ്പം എസ് സി ഗോവയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഞാൻ പണത്തിന് മീതെ വരുന്നും പറക്കില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ കുറ്റപ്പെടുത്തിയൊന്നുമല്ല. പുള്ളിക്ക് സാലറി കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? അപ്പം കഴിഞ്ഞ സീസണിലെ സാലറി പെൻഡിങ് ഉള്ളതുകൊണ്ട് ഇന്റർകാഷി എഫ് സിയുമായിട്ടുള്ള കരാറ് ഏകപക്ഷീയമായിട്ട് തന്നെ റദ്ദാക്കിക്കൊണ്ട് പുള്ളി എഫ് സി ഗോവയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പം ടോങ്ബോ സെങ് എന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച യുവ മധ്യനിര താരങ്ങളിൽ ഒരാൾ ഇനി മുതൽ ഗോവയുടെ മധ്യനിരയിൽ പന്ത് കിട്ടും. ഈ ടോങ്ബോ സെങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ പുള്ളി ഇന്ത്യൻ അണ്ടർ-23 ടീമിൽ ഭാഗമായിരുന്നു. അത്യാവശ്യം മികച്ച പ്രകടനം ഇന്ത്യക്ക് വേണ്ടി അണ്ടർ ഏജ് കാറ്റഗറികളിലൊക്കെ നടത്തിയിട്ടുള്ള താരമാണ്. ഈ ഒരു ഭാവനാസമ്പന്നനായിട്ടുള്ള മധ്യനിര താരം എഫ് സി ഗോവയുടെ മധ്യനിരയ്ക്ക് കൂടുതൽ ഒരു ഡൈനാമിക് എഫക്ട് നൽകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.